ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്. വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. നീ അത് പോണേ, എല്ലാം പോണേ, പാകിസ്ഥാനിലേക്ക് പോണേ, എളുപ്പമുണ്ടല്ലോ. എന്തിനു കിടന്ന് ഞങ്ങളെ ഉദ്ധരിക്കുന്നു? ഞങ്ങൾ ഇവിടെ ജീവിക്കട്ടെ. അതാ എനിക്ക് എന്താടാ ശുക്ലം. തൻ്റെ പൂഞ്ഞാറ്റിലെ വർത്താനല്ല ഇവിടെ ആരും ചോദിച്ചത്. തൻ്റെ പൂഞ്ഞാറ്റിൽ താൻ എന്തോ പണ്ടെന്നോ ഏതോ ഒരു ശുക്ലത്തിൽ നിന്നുണ്ടായെന്ന് വിചാരിച്ചിട്ട് നീ ഇങ്ങനെ ഒന്ന് കുണയ്ക്കാൻ നിൽക്കരുത്. ഞങ്ങളോട് പാകിസ്ഥാനിൽ പോകാൻ തന്റെ ഇന്ത്യ അങ്ങനെ അങ്ങനെയുള്ള പരാമർശങ്ങൾ രാജ്യത്ത് മാന്യമായി ജീവിക്കുന്ന ആളുകളെ കുറിച്ച് വോട്ട് വാങ്ങി തെരഞ്ഞെടുക്കപ്പെട്ട ആളായി പറയുന്നത്. എന്താണ് ജോർജ്, പണ്ട് വീട്ടിലേതോ തുള്ളിത്തെറിച്ച് കണ്ടവന്റെ തുള്ളിത്തെറിച്ച് ശുക്ലത്തുനിന്ന് താനുണ്ടായിന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ദേഷ്യം തീർക്കേണ്ടത് ചാനലിൽ ഇരുന്നിട്ടാണോ? തള്ളനോട് ചോദിച്ചു നോക്ക്, ഓർമ്മ ഉണ്ടെങ്കിൽ ആരതായിരുന്നു എന്നുള്ളത്. ഇനി തുള്ളിത്തെറിച്ചുണ്ടായതാണെങ്കിൽ ഓർമ്മ കാണാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പം പിന്നെ അതിൻ്റെ തന്തല്ലായ്മ താൻ എവിടെയും കയറി പറയും എന്നുള്ളതും സത്യമാണ്. പിന്നെ താനൊക്കെ ഇപ്പോൾ തൂറാറ് തന്നെയല്ലേ, അതോ രാവിലെ എഴുന്നേറ്റ് ബെഡ്റൂമിൽ നിന്ന് നേരിട്ട് തൂറി തിന്നാറാണോ ചെയ്യാറ്? എന്താണെങ്കിലും താനൊരു വാണമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കണ്ടവനുണ്ടായ വാണത്തു നിന്നാണ് താൻ ഉണ്ടായത് എന്നുള്ളത് തൻ്റെ ഇന്നത്തെ ഒരു വർത്തമാനത്തിന് മനസ്സിലായി. ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം. നമ്മുടെ മുഹമ്മദ് ഗസ്നിയുടെ ഇന്ത്യൻ ആക്രമണങ്ങളായത് ഈ പുസ്തകം. മനസ്സിലായോ? ഇതൊന്ന് വായന നമ്പിയാരെ രക്തം തിളയ്ക്കും. അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത്, അല്ല ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് ഉമ്മാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി. തുണിവെക്കി നോക്കുക, ഉടനെ വെട്ടുക. മനസ്സിലായില്ലേ? ഇത്ര വൃത്തികെട്ടവന്മാര്, രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാര്. നമ്മൾ കേട്ടു തുടങ്ങിയല്ലോ, നിങ്ങളെല്ലാവരും കേട്ടല്ലോ. അതായത് ഈ പറഞ്ഞ പരനാറി, ഈ പറഞ്ഞ ജന്തു, നമ്മുടെ PC ജോർജ് എന്ന് പറയപ്പെടുന്ന ആ ഒരു വാണം ഇന്ന് ജനൻ TV ഇരുന്ന് സംസാരിച്ചതാണ് നമ്മളിപ്പോൾ കേട്ടത്. രാജ്യത്തെ മുസ്ലിങ്ങൾ മൊത്തം രാജ്യത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കി ഇവിടെ രാജ്യം മതരാജ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും സകലമാന മുസ്ലിങ്ങളും വർഗീയവാദികളും തീവ്രവാദികളുമാണ്. ഇവന്മാരെല്ലാം കൂടെ ഓടിച്ചിട്ട് പാകിസ്ഥാനിലോട്ട് പറഞ്ഞേക്കണം. താനൊക്കെ എന്തിനിവിടെ നിൽക്കട ഊളകളെ, തങ്ങൾക്ക് പോയിക്കൂടെ എന്നാണ് ഇതിൻ്റെ ബാക്കി വരുന്ന പാർട്ടിൽ നമ്മുടെ വാണം ജോർജ് പറഞ്ഞത്.